അസ്സലാമു അലൈക്കും. അപ്പോൾ ഇടുക്കി കിച്ചൻ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ളൊരു മീൻ കറി റെഡിയാക്കിയാലോ. നല്ല തേക്കടിയിൽ നിന്ന് വാങ്ങിച്ച സിലോപ്പിയ മീൻ വെച്ചിട്ടുള്ള കറിയാണിത്. നമ്മുടെ തേക്കടി തടാകത്തിൽ നിന്ന് ഫ്രഷായിട്ട് നമുക്ക് കിട്ടിയൊരു സിലോപ്പിയ മീനായിരുന്നു. അപ്പോൾ നമുക്കതെങ്ങനെയാണ് കറി വെക്കുന്നത് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് ആ കറിയുടെ റെസിപ്പി ഒന്ന് കണ്ടാലോ. അപ്പം നമ്മൾ നന്നായിട്ട് വെട്ടി തൊലിയൊക്കെ പൊളിച്ച് ക്ലീൻ ചെയ്ത് വെച്ച് നമ്മുടെ സിലോപ്പിയ മീനാണിത്. അപ്പോൾ നമുക്കിത് കറി എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് മീൻ കറിയൊക്കെ റെഡിയാക്കുമ്പോൾ വെളിച്ചെണ്ണ വെച്ചാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുകും ഉലുവയും കൂടി ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടി വരുമ്പോൾ നമ്മളിതാ ഇതുപോലെ ചെറുതായിട്ടിരിഞ്ഞ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറിയുടെ അളവിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. പിന്നെ ഒരുപാട് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർത്ത് കൊടുക്കാതിരുന്നതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് അത് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ടത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയോട് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എരിവുള്ള മുളക് പൊടി വേണ്ടവർ അത് 1 ടേബിൾ സ്പൂൺ കൂടെ ഇതിൽ കൂടുതൽ ആഡ് ചെയ്താൽ മതി. കാശ്മീരി മുളക് പൊടി ഇച്ചിരി കുറച്ചിട്ട് അത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ എരിവൊന്നും വേണ്ട, മക്കൾക്ക് കൊടുക്കേണ്ടതുകൊണ്ട് പച്ചമുളക് ചേർത്തുകൊണ്ട് അത്യാവശ്യമുള്ള എരിവുണ്ട്. അതുകൊണ്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തത്. ഇത് ഫിഷ് മസാല ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഇതിൽ സ്വല്പം വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോകാതെ ആ വെള്ളത്തിൽ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 3-4 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ആ കുടംപുളിയുടെ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. അപ്പോൾ പൊടിയാൾ കരിയാതിരിക്കാനുള്ള ഒരു ടിപ്സാണത്. ഒരു 3-4 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കണം. അത് വഴറ്റിയതിന് ശേഷം നമുക്കിതുപോലെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ പുളിവെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, മീൻകറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടിയിട്ടാണ് ഈ മീൻകറി റെഡിയാക്കുന്നത്. കാരണം നമ്മുടെ മക്കൾക്കൊക്കെ നന്നായിട്ട് ചാറ് വേണം മീൻകറിക്ക്. അതുകൊണ്ട് കുറച്ച് വെള്ളം അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി കുറിയ കറി വേണം എന്നുള്ളവർക്ക് വെള്ളം കുറച്ച് ചേർക്കാവുന്നതാണ്. അപ്പം നമ്മൾ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ചിട്ടും തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ മീൻ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മീൻകറി തലേന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടാനാണ് നല്ല ടേസ്റ്റ്. പിന്നെ നമുക്ക് അന്നേരം തന്നെ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ സൈഡിലായിട്ട് മീൻ വറുക്കാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വറുത്തോണ്ടിരിക്കുന്നുണ്ട്, വെറുതെ ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ മീൻ കറി അവിടെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ലാസ്റ്റ് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് നല്ല കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നല്ല വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കണം ലാസ്റ്റായിട്ട്. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി അടച്ചു വെച്ചു. ഇനി നമ്മുടെ മീൻ വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ നേരമാണ് മീൻ കറി സെർവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ കറിയുടെ കളർ പോലെ തന്നെയാണ് കറിയുടെ ടേസ്റ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ കറി ഒന്ന് റെഡിയായി നോക്കുക. നമ്മുടെ കറിക്ക് കുറച്ച് വെള്ളം കൂടുതൽ നമ്മൾ ചേർത്തിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറുകിയിട്ടും കറി വെക്കാം അതുപോലെ തന്നെ. അപ്പോൾ നമ്മളൊരു ബൗളിലേക്കിട്ട് കറി സെർവ് ചെയ്യാണ്. നമ്മുടെ മക്കൾക്ക് മീൻകറി മാത്രം മതി ചോറുണ്ണാൻ. എൻ്റെ മോന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കറിയാണ് മീൻകറി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നല്ല കുത്തരിച്ചോറും മീൻകറി നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മീൻകറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നൊരു ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.